വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡയറക്റ്റ് മെത്തേഡായിരുന്നു അവസാനമായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇന്ന് അതിൽ തന്നെ ഇൻഡയറക്റ്റ് മെത്തേഡ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു ഭാഗം തന്നെയാണെങ്കിലും ഒന്നുകൂടെ അതിലൊരു വ്യക്തത വരാൻ വേണ്ടി കൂടുതലൊരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യുന്നു എന്ന് മാത്രം. ഇന്ന് വളരെ ചുരുങ്ങിയൊരു സമയം മാത്രമേ ഈ ഒരു വീഡിയോ ചെയ്യുന്നുള്ളൂ. കാരണം ഇത് ഏകദേശം ഇതുപോലെ സാമ്യമുള്ള മറ്റൊരു പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുമായി നൽകുന്നുണ്ട്. അതും കൂടെ ഈ ക്ലാസ്സിൻ്റെ സമയത്ത് തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് അതിൻ്റെ നോട്ടും ഇതോടുകൂടെ സെൻഡ് ചെയ്യണം. അപ്പോൾ അത് രണ്ടും ചേർത്തിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അത് മുഴുവൻ കേട്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ആദ്യത്തെ പ്രോബ്ലം ഇതാണ്. നമ്മുടെ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലം ഇതാണ്. പിന്നീടൊന്ന് നിങ്ങൾക്ക് സ്വന്തം ചെയ്യാനുള്ളത് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകുന്നതാണ്. The comparative balance sheet of a company are given below. ഒരു കമ്പനിയുടെ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റാണ് ചുവടെ നൽകിയത്. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റിൽ നമുക്കറിയാം 2 വർഷത്തെ എമൗണ്ട് നൽകിയിരിക്കും. ഇവിടെ അസറ്റ് സൈഡിലും അതുപോലെ തന്നെ ലയബിലിറ്റി സൈഡിലുമുള്ള ഐറ്റംസ് നോക്കാം. ലയബിലിറ്റി സൈഡിൽ ഷെയർ ക്യാപിറ്റൽ 35,000, ദെൻ 2016 അത് 37,000 ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് പോയാൽ മതി. ഷെയർ ക്യാപിറ്റലിലൊരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഷെയർ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകുമെന്ന് നമുക്കതിൽ നിന്ന് ഒരു ആമുഖമായിട്ട് നിഗമനത്തിലെത്താം. രണ്ടാമത്തത് ഡിബഞ്ചേഴ്സ് 6,000 ഉള്ളത് 3,000 ആയിട്ടുണ്ട്. അപ്പോൾ ഡിബഞ്ചർ കുറഞ്ഞിക്കാണ്. ദെൻ ക്രെഡിറ്റേഴ്സ് 5,180, അത് 5,920 ആയിട്ട് ഇൻക്രീസ് ആണ് ഉള്ളത്. ദെൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 350 ഉള്ളത് 400 ആയി മാറിയിട്ടുണ്ട് പ്രൊവിഷനിൽ. അപ്പോൾ നമുക്ക് പ്രൊവിഷനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്ട്രാ ഇൻഫർമേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതില്ലെങ്കിൽ ഇതിൽ നിന്ന് നേരിട്ട് തന്നെ നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ എത്രയെന്നുള്ളത് ലഭിക്കും. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 5,020 5,280 ആണ്. അപ്പോൾ അതിൻ്റെ നെറ്റ് എടുക്കാം. നമുക്ക് നെറ്റായിരിക്കും ഇവിടെ ഒരു ഇൻഡയറക്റ്റ് മെത്തേഡിൽ ആവശ്യം ഉണ്ടാവുക. പ്രോബ്ലം ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ദെൻ അസറ്റ് സൈഡിൽ ക്യാഷ് 4,500 ഉള്ളത് 3,900 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ബുക്ക് ഡെപ്റ്റേഴ്സ് എത്രയുണ്ട്? 7,450 ഉള്ളത് 8,850 ആയിട്ട് ഇൻക്രീസ് ഉണ്ട്. ദെൻ സ്റ്റോക്ക് 24,600 ഉള്ളത് 21,350 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ദെൻ ലാൻഡ് 10,000 ഉള്ളത് 15,000 ആയിട്ട് ഇൻക്രീസ് ഉണ്ട്. ഗുഡ്വില്ലും 5,000 ഉള്ളത് 2,500 ആക്കിയിട്ട് കുറഞ്ഞിട്ടുണ്ട്, റിട്ടേൺ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഐറ്റംസ് ആണ് ബാലൻസ് ഷീറ്റ് ഉള്ളത്. ദെൻ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് ഡിവിഡൻഡ്സ് പെയ്ഡ് എമൗണ്ട് ടു ₹1,750. ദെൻ മറ്റൊന്ന് ലാൻഡ് വാസ് പർച്ചേസ് ഫോർ 5,000. നമുക്ക് ബാലൻസ് ഷീറ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു, ഏതായാലും ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എമൗണ്ട് പ്രൊവൈഡഡ് ഫോർ അമോർട്ടൈസേഷൻ ഓഫ് ഗുഡ് വിൽ എമൗണ്ടഡ് ടു ₹2,500. നമുക്ക് ഗുഡ് വില്ലിൻ്റെ നേരെയുള്ള എമൗണ്ട് നോക്കുമ്പോൾ അതും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ഡിപ്രീസിയേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അമോർട്ടൈസേഷൻ ആയിട്ട് ഇവിടെ ഒരു ഗുഡ് വില്ലിൻ്റെ കാര്യത്തിൽ അവിടെ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. ദെൻ ഡിബഞ്ചേഴ്സ് വെർ പെയ്ഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ₹3,000. ഡിബഞ്ചേഴ്സ് വെർ റീപെയ്ഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് 3,000. അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഡിബഞ്ചേഴ്സ് 6,000 ആയിരുന്നു 2015. ദെൻ 2016 അത് 3,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതാണ് അവിടെ നൽകിയത്. ഡിബഞ്ചേഴ്സ് വെർ റീപെയ്ഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് 3,000 എന്നുള്ളത്. Then you are required to prepare cash flow statement as per accounting standard 3 indirect method ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. എല്ലാവർക്കും അറിയാം, ഒരു പ്രോബ്ലം ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ്, അതിൻ്റെ മുമ്പ് ഇൻഡയറക്റ്റ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് നോക്കുക, അതിൻ്റെ ഫോർമാറ്റ് ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടും ഇതുപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്നുള്ള ഒരു ഹെഡിങ് ഒക്കെ എഴുതിയിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപേണ വരക്കും. അതിൽ ഫസ്റ്റ് നമുക്കറിയാം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, then അതിൻ്റെ താഴെ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു
ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ക്യാഷ് ഫ്ലോ തന്നെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നമുക്ക് നൽകിയിട്ടുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 5020 5280 അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എത്രയാണോ അതാണ് ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദ ഇയർ. ഈ ഒരു വർഷത്തിലുള്ള പ്രോഫിറ്റ്, അതായത് 5020 രൂപ കഴിഞ്ഞ വർഷം തന്നെയുള്ള പ്രോഫിറ്റാണ്. അപ്പോൾ ഈ വർഷം 5250 ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എത്ര എമൗണ്ട് ആണ് ഈ വർഷം ഉണ്ടാക്കിയത് എന്നാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദ ഇയർ 260 ആണ്. ദെൻ ആഡ് നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഈ ഒരു എമൗണ്ടിലേക്ക് എന്ത് ചെയ്യുക, നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകളെല്ലാം തിരിച്ച് ആഡ് ചെയ്ത് കാണിക്കുക. അതായത് ഡിവിഡൻഡ് പെയ്ഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളാണ്. ഡിവിഡൻഡ് പെയ്ഡ് നമ്മുടെ പ്രോബ്ലത്തിൽ നൽകിയിട്ടുണ്ട്. ഡിവിഡൻഡ് പെയ്ഡ് എത്രയാണ്? 1750. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഒരു അഡീഷണൽ ഇൻഫർമേഷനിൽ ഡിവിഡൻസ് പെയ്ഡ് എമൗണ്ട് ₹1750. അതാണ് അവിടെ നമ്മൾ കാണിച്ചിട്ടുള്ള ഡിവിഡൻഡ് പെയ്ഡ്. ദെൻ ഗുഡ് വിൽ റിട്ടേൺ ഓഫ്. നമുക്കറിയാം നമ്മുടെ ബാലൻസ് ഷീറ്റിൽ 5000 ഉള്ളത് പിന്നീട് 2500 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു മാറ്റം, അതായത് ഗുഡ് വിൽ റിട്ടേൺ ഓഫ് നടത്തിയിട്ടുണ്ട് 2500. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്കപ്പോൾ ലഭിക്കും സ്വാഭാവികമായിട്ടും ഈ ഒരു ഐറ്റംസ്, അതായത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. ഇനി എന്ത് ചെയ്യണം? അപ്പോൾ അതിൽ നിന്ന് വർക്കിംഗ് ക്യാപിറ്റലിലുള്ള ചേഞ്ചസും കൂടി കാണിക്കണം. അതാണ് ആഡ് ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ്, ഇൻക്രീസ് ഇൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്, ദെൻ ഡിക്രീസ് ഇൻ സ്റ്റോക്ക്. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നോക്കുക 2 വർഷത്തെ എമൗണ്ടുകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കറിയാം ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സും അതുപോലെ തന്നെ ഡിക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് ആണെങ്കിൽ അത് ലെസ് ചെയ്യാനായിരിക്കും. ഇത് ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് ആയതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ദെൻ അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ആയതുകൊണ്ട് ആഡ്. ദെൻ ഡിക്രീസ് ഇൻ സ്റ്റോക്ക്, ശ്രദ്ധിക്കുക, ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ പോലെ അതിന് നെക്സ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡിക്രീസ് ഇൻ സ്റ്റോക്ക്. അസറ്റുകളാണ്, അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവിടെ ആഡ് ചെയ്താണ് കാണിക്കേണ്ടത്. ഓക്കെ, അത്രയും ഐറ്റംസ് നമ്മൾ അതിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. എന്നിട്ട് ഇനി ഇതിൻ്റെ സെയിം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ ഇൻക്രീസ് ഇൻ ബുക്ക് ഡെപ്റ്റ്സ്, അതായത് നമ്മുടെ ഡെപ്റ്റ് വർദ്ധിച്ചപ്പോൾ എന്തായി? ലെസ് ചെയ്ത് കാണിക്കുകയാണ് ഇവിടെ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ മാറ്റവും കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തും തമ്മിലുള്ള നെറ്റ് എമൗണ്ട് അതാണ് നമ്മളിവിടെ എടുക്കുന്നത്. ആ ഒരു എമൗണ്ട് മൈനസ് ഫിഗറായിട്ട് നമുക്ക് 1400 രൂപ ഇവിടെ കാണിക്കാം. ദെൻ ഇനി എന്ത് ചെയ്യുക? നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, അതായത് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ ഒരു എമൗണ്ട് അതിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റിലേക്ക് നോൺ ക്യാഷ് ഐറ്റംസ് എക്സ്പെൻസസ് ആഡ് ചെയ്തതും ദെൻ അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് വർക്കിംഗ് ക്യാപിറ്റൽ ഐറ്റംസ്, അതായത് ഇൻക്രീസിങ് ക്രെഡിറ്റേഴ്സ് തുടങ്ങിയ ഐറ്റംസൊക്കെ എന്ത് ചെയ്യുക? അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഡിക്രീസിങ് ഡെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ലെസ് ചെയ്യുക. അങ്ങനെയുള്ളൊരു ഫോർമാറ്റ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ നിങ്ങളൊന്ന് എടുത്ത് ശ്രദ്ധിക്കുക. ദെൻ ഇനി അപ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നമുക്ക് ലഭിച്ചു. ഇനി അടുത്തതായിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് ലാൻഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാലൻസ് ഷീറ്റ് കണ്ടാൽ തന്നെ അറിയുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് അത് എന്ത് ചെയ്യുക? നമ്മുടെ ക്യാഷ് ഫ്ലോയിൽ മൈനസ് ഫിഗർ, അതായത് ചിലവായതായിട്ട് കാണിക്കുക. ദെൻ ഈ ഒരു ഐറ്റംസ് മാത്രമേ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ഈ ഒരു പ്രോബ്ലത്തിൽ വരുന്നുള്ളൂ. ദെൻ നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് അവിടെ ലഭിക്കുക. കാരണം എന്താ? യൂസ് ചെയ്തിട്ടാണ്. നമുക്ക് അതിൽ നിന്ന് വരുമാനങ്ങളൊന്നും മറ്റൊന്നും കാണിക്കാനായിട്ടൊന്നും ഐറ്റംസ് ഒന്നും ഈ ഒരു പ്രോബ്ലത്തിൽ ഇല്ല. ദെൻ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ് അടുത്തത്. അതിൽ ഇഷ്യൂ ഓഫ് ഫ്രഷ് ഷെയർ, നമുക്കറിയാം ഷെയർ ആദ്യത്തെ ആ ഒരു എമൗണ്ട്, അതായത് ഷെയർ ക്യാപിറ്റൽ 35,000 ഉള്ളത് 37,000 ആയിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്ന ആ ഒരു 2000 ഇഷ്യൂ ഓഫ് ഫ്രഷ് ഷെയർസ്. ദെൻ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, നമ്മളൊരു പ്രോബ്ലത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡിബഞ്ചറിൽ ഒരു കുറവ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് 3000 രൂപ എന്താണ്? മൈനസ് ഫിഗർ ആണ്. ദെൻ ഡിവിഡൻഡ് പെയ്ഡ്, പേയ്മെൻ്റ് ആണ്, ഔട്ട്ഫ്ലോ ആണ്. അതും എന്താ ചെയ്യുക? നമ്മുടെ ബ്രാക്കറ്റിൽ ഫിഗർ കാണിക്കുക. നെറ്റ് ക്യാഷ്
ഫ്ലോ ആണോ അല്ലെങ്കിൽ യൂസ്ഡ് ആണോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ലഭിച്ചിട്ടുള്ള എമൗണ്ടുകളിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോഴാണ് അറിയുക. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ 7150 ഉണ്ട്, അതിൽ നിന്ന് 5000 വീണ്ടും കൊടുക്കാനാണ്. അപ്പോൾ ദെൻ അതുപോലെ തന്നെ നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഫിനാൻസിങ് ആക്ടിവിറ്റീസിലും നമുക്ക് എന്താണ് മൈനസ് ഫിഗർ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് എമൗണ്ട് ഇതിൽ നിന്ന് കുറക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആണ്. നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്ന് പറയില്ല, ഇവിടെ എന്താണ് ഡിക്രീസ് ആണ്. കാരണം 600 നമുക്ക് മൈനസ് ഫിഗർ ആയിട്ടാണ് ലഭിക്കുന്നത്. കാരണം 7150 നിന്ന് 5000 അതുപോലെ തന്നെ 2715 കുറച്ചാൽ നമുക്ക് മൈനസ് ഫിഗർ തന്നെയാണ് ലഭിക്കുന്നത്. അതെന്ത് ചെയ്യുക, അതും ബ്രാക്കറ്റിൽ കാണിക്കുക. ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ട ഐറ്റമാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ് അറ്റ് ദ ബിഗിനിങ്. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിച്ച ക്യാഷ് അതിലേക്ക് ആഡ് ചെയ്ത് കാണിക്കുക. അപ്പോൾ -600ലേക്ക് 4500 ആഡ് ചെയ്യുന്ന സമയത്ത് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം എടുക്കുക എന്നുള്ള ഒരു റൂൾ നമുക്ക് ഉപയോഗിക്കാം. 4500 - 600 അപ്പോൾ 3900 എന്ന 4500 വലുത്, അപ്പോൾ വലുതിൻ്റെ ചിഹ്നം ഇടുക, അതാണ് 3900 + 3900 എന്നുള്ളത് നമുക്ക് ലഭിക്കുന്നത്. അതാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ് അറ്റ് ദ എൻഡ്. ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടുന്ന സമയത്ത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ തന്നെ ഒന്ന് നോക്കുക. അപ്പം ബാലൻസ് ഷീറ്റിൽ ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്ന് നോക്കുക. ഇവിടെ ക്യാഷ് ഉണ്ടോ 3900 എന്നുള്ള ഇത് ക്ലോസിങ്, അതായത് 2016 എമൗണ്ട് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് അവസാനമായിട്ട് കിട്ടുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നോട്ട് നൽകിയിട്ടുണ്ട്. ഫിഗേഴ്സ് ഇൻ ബ്രാക്കറ്റ് ഇൻഡിക്കേറ്റ് ദ ക്യാഷ് ഔട്ട്ഫ്ലോ. അത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്, അതായത് മൈനസിങ് ഫിഗർ, നമുക്ക് കുറച്ച് കാണിക്കേണ്ട എമൗണ്ടുകളാണ് ആ ഒരു ബ്രാക്കറ്റിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇൻഡയറക്റ്റ് മെത്തേഡും തീർക്കാനായിട്ട് സാധിക്കും. ചെറിയൊരു ശ്രദ്ധ കൊടുത്താൽ നമുക്ക് ഇത് എക്സാമിന് വരികയാണെങ്കിൽ നല്ല മാർക്ക് തന്നെ വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം കൂടി നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകുന്നുണ്ട്. അതും കൂടി ഒന്ന് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ എല്ലാവരും പരിശ്രമിക്കുക. നാളെ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.